വിനയ് ഫോട്ടൊക്കെ ഒരിക്കലും ഇങ്ങനെ സെറ്റിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മമ്മൂക്ക ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ചെറുതായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ചെറിയ സ്ക്രാച്ച് ഒന്നും അല്ലാതെ ഇപ്പം പുറത്താരും പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പരിപാടികൾ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഷോട്ട് എടുത്തോണ്ടിരിക്കും കേട്ടോ. പുള്ളി ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കാലെ പിടിച്ച് വലിക്കണം. അപ്പോൾ അയാൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ കാലെ പിടിച്ച് വലിച്ച ഷോട്ട് കഴിഞ്ഞുള്ള ഷോട്ടാണ്. അപ്പോൾ ഓൾറെഡി അയാൾ ഇങ്ങനെ പോയാൽ മതി. അന്നേരം നമുക്ക് എഴുന്നേറ്റ് അടുത്ത ആളെ കിക്ക് ചെയ്യാനായിട്ട് പോകണം. അതാണ് ഷോട്ട്, ബാക്ക് ഷോട്ട് വെച്ചിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ വലിക്കുന്നതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. ഈ ആൾ നേരെ ഇങ്ങനെ പോകേണ്ട ആൾ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒറ്റ അടി അടിച്ചു. എഴുന്നേറ്റ് തുടങ്ങിയ മമ്മൂക്ക ബാലൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ നമ്മൾ കാല് സെറ്റ് ആവണമല്ലോ. ശരി, എഴുന്നേറ്റ് തുടങ്ങിയ മമ്മൂക്ക ഒന്ന് ഒറ്റ അടി അടിച്ചു. പുള്ളി ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് ഒരു ടേബിളിൽ തലയടിച്ച് നേരെ ടേബിളിൻ്റെ അടിയിലേക്ക് പോയി. സീരിയസ്ലി സംഭവിച്ചാലേ പറഞ്ഞേ, ഒരു സെക്കൻഡ് ഉണ്ടല്ലോ എല്ലാവരും ഷോക്ക്. ഞാൻ ഓട്ടിപ്പോയി പുള്ളിയെ പിടിച്ച് എണീപ്പിച്ചിട്ട് അവിടെ വന്ന് കസേരയിൽ കൊണ്ടുവച്ചിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് കുറേ എൻ്റെ കൈ ഇങ്ങനെ ഉറങ്ങണ എനിക്ക് കാണാം. രണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഞാൻ പിടിച്ചു. എനിക്ക് പേടിച്ചിട്ടേ അത് കാരണം അത് സംഭവിക്കാം. സിനിമയിലെ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ആ ഫൈറ്റ് മാസ്റ്ററിൽ നിന്ന് കൊച്ചു പിള്ളേർ കാരണം പോലെ വൻ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കരച്ചു വെച്ചാൽ അവനും പേടിച്ചാകെ മൊത്തം ഈ വലിക്കുന്ന ആളുടെ ടൈമിംഗ് ഒന്ന് മാറിപ്പോയതാ, ഡയറക്ഷൻ മാറിപ്പോയതാ. ഇത് 3 റോപ്പ് വെച്ചിട്ടാണ് വലിക്കാം. അപ്പം ലെഫ്റ്റ് നിന്ന ആൾ കുറച്ച് കൂടുതൽ വെച്ച് അപ്പം ഇങ്ങനെ പോകേണ്ടത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ പറ്റിപ്പോയതാ. നമുക്ക് കഴിഞ്ഞിട്ട് വിട്ടാനോട് കുഴപ്പമില്ല മോനെ, അതൊക്കെ സംഭവിക്കണമല്ലേ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഉണ്ടെന്നുണ്ട്, അത് അവിടെ ഇന്ന് പുറത്ത് വിട്ടിട്ടില്ലെന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കും. ആ റിസ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണേ എപ്പോഴും. അല്ലാതെ നമ്മൾ വെറുതെ പലരും പറഞ്ഞ സ്ക്രാച്ച് ഉണ്ടാവുകയും മുറിയിലും അതൊന്നുമല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചിട്ടാണ് അപ്പോൾ അത് ചെയ്തത്. അത് പുള്ളിക്ക് അതിനോട്, കാരണം പുള്ളി പറഞ്ഞ വാക്കാണ്, ആക്ഷൻ കൊടുക്കാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്തിരിക്കും, സംശയമൊന്നുമില്ല. അതിലൊരു കോംപ്രമൈസ്. അതിനടുത്ത ഷോട്ടും എല്ലാം വലിയ ഷോട്ടുകളാണ് ചെയ്തത്. പുള്ളി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്നിട്ട് അത് ചെയ്തു. അപ്പോൾ അന്ന് ആ ദിവസങ്ങളെല്ലാം ഭയങ്കര പെയിൻ ആയിരുന്നു, ബോഡി പെയിൻ ആയിരുന്നു. എല്ലാ ഫാക്ടറികളും നോക്കുമ്പോൾ പുള്ളി എടുത്തിട്ടുള്ള അത് അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈശാഖൻ തന്നെ പറഞ്ഞില്ല, ഏത് മമ്മൂക്ക അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇന്നത്തെ മമ്മൂക്കയാണ് സൂപ്പർ, മറ്റേ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞതാ. നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെയാണല്ലോ പുള്ളി. ഏറ്റവും പുതിയ രീതികൾ എന്താണ് എന്നുള്ള പെർഫോമൻസിന്റെ കാര്യങ്ങൾ, അങ്ങനെ ആക്ടിങ്ങും സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന രീതിയിലും അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ടർബോ എടുത്തിരിക്കുന്നത് പോക്കിരിരാജ പോലെയല്ല. അതിൽ കുറേ മാറ്റങ്ങളുണ്ട്. പുതിയ ഒരു കാലഘട്ടത്തിനും കൂടിയും വർക്കാവുന്ന രീതിയിലാണ്. ആ മാറ്റം അതങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമുക്കത് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ പക്ക ഒരു പോക്കിരിരാജ് എടുക്കാനാണ് പോയെന്ന് വെച്ചാൽ പുള്ളി ചെയ്യില്ല. അത് നമ്മൾ പുള്ളിക്ക് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കുന്നത് ബോധ്യപ്പെട്ടേ ചെയ്യുള്ളൂ. പുള്ളി അപ്ഡേറ്റ് ആണത് കറക്റ്റായിട്ട് കൃത്യമായിട്ടേ ചെയ്യുള്ളൂ.